ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടാ. പക്ഷെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തൊരു ഐറ്റം കൊലഞ്ഞിൻ. തേങ്ങ പിടിച്ചിരിക്കുന്ന ഈ വിരലുകളെല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുവാനാട്ടാ. പരിശ്രമം ചെയ്യിൽ എന്തിനേയും പ്രാപ്തമാക്കാൻ കരങ്ങൾ നൽകി പാരിലേക്ക് നയിച്ചത് ഈശ്വരൻ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഞാനിപ്പോ ഒരു കൊലഞ്ഞിന്റെ ഇടം കട്ട് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കുന്ന സമയം എന്റെ അമ്മ ഇങ്ങനെ ശരിക്കില്ലേ അറിയാവുന്നവർക്കാണെങ്കിൽ നിസ്സാര സമയം കൊണ്ട് ഈ പരിപാടി കഴിഞ്ഞ് പോവാട്ടാ. ഉള്ള ശക്തി മുഴുവൻ എടുത്തിട്ടാണ് ഇത് കട്ട് ചെയ്യാ. ഇനി നമുക്ക് വേണ്ടതേ പൊതിമടലാണ് കേട്ടാ. കുറെ കാലങ്ങളായിട്ട് ഞാൻ ജീൻസ് ഇടാറില്ല. അതിന്റെ കാരണേ എന്റെ പീറത്തടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഓൺലൈനിൽ വാങ്ങിച്ച ബാഗിയാണ് കേട്ടാ. എന്തായാലും ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ഇനി ഇട്ടിട്ട് എനിക്ക് നാണം വരുമ്പോ ഞാൻ തന്നെ വണ്ണം കിടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇട്ടിരിക്കുവാണ് കേട്ടാ. ഒരു പൊതിമടൽ എടുത്തിട്ടേ ഒരു നീളം കൂടി ഓവൽ ഷേപ്പിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടാ. നമുക്കേ ഇതിങ്ങനെ വട്ടം കുറച്ച് വരകൾ വരച്ച് മാറ്റി വെച്ചിട്ട് കൊലഞ്ഞിനെടുത്ത് തീയിൽ കാണിച്ചൊന്ന് വളച്ചെടുക്കാതെ കട്ട് ചെയ്ത് മാറ്റിയ വിരലുകളെല്ലാം എടുത്ത് മൂന്നായിട്ട് ഒടിച്ച് ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഇട്ട് കൊടുക്കുവാണേ. രണ്ട് കുഞ്ഞി പൊതിമടൽ എടുത്തിട്ടേ ഇലയുടെ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്ത് കുറച്ച് പല്ലുകളും കൂടി വരച്ചു വന്നപ്പോഴേക്കും ഇറുക്കുകാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇടവേളകൾ ആനന്ദകരമാക്കാനായിട്ട് ഇതേ അപ്പച്ചി കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല പ്ലം കേക്കും നല്ല നാടൻ ചെറുപഴവും. ശരിക്കും അലുവയും മത്തിച്ചാറും പോലൊന്നും അല്ല കേട്ടാ. നല്ല കിടിലൻ കോമ്പിനേഷൻ ആണ് കേട്ടാ. ആരെങ്കിലും കഴിച്ചു നോക്കിയിട്ടുണ്ട്? നമുക്കില്ലേ ഇനി ഇതെല്ലാം തമ്മിൽ അങ്ങ് ഗ്ലൂ ഇട്ട് ജോയിൻ ചെയ്തെടുക്കാതെ ഈ വീഡിയോയ്ക്ക് ഉപയോഗിച്ച എല്ലാ ഐറ്റംസിന്റെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉൾപ്പെടെയുള്ള ഐറ്റംസിന്റെ ലിങ്ക് വേണ്ടി കിടപ്പുണ്ട്. ഇപ്രാവശ്യം ചിരട്ടപ്പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മല്ലിപ്പൊടി ഇട്ടാണ് കേട്ടോ ഒട്ടിക്കാൻ പോകുന്നത്. നമ്മളിപ്പൊ കഴിച്ച സപ്പോർട്ടയുടെ കുരു കണ്ണായിട്ടും കൂടി അങ്ങ് വെച്ചു കൊടുത്തപ്പോഴേക്കും ഇതൊക്കെ സംഭവം ഇടുവായിട്ടില്ലേ. നമ്മുടെ വർക്ക് കഴിഞ്ഞപ്പോഴേക്കും വാളാരെന്ന് മനസ്സിലായ കൊള്ളാല്ലേ.